ഹായ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ ഡയമെൻഷൻ അനാലിസിസിന്റെ ഒരു തേർഡ് ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ യൂണിറ്റ് ഇൻ ടു അനദർ, അഥവാ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്നും മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് എങ്ങനെയാണ് കൺവേർഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഡയമെൻഷണൽ ഫോമുല നമുക്ക് അറിയാമെങ്കിൽ ഒരു SI സിസ്റ്റത്തിലുള്ള ഒരു യൂണിറ്റിനെ നമുക്ക് CGS സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റാം. അതെങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവർ ടോപ്പിക് ഈസ് ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ നമ്പർ 2, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ് നമ്പർ 3. അവർ ടോപ്പിക് ഈസ് to conversion of one system of unit into another system of unit. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർഷൻ പോസിബിൾ ആണ്. അഥവാ SI സിസ്റ്റത്തിലാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിടക്കുന്നതെങ്കിൽ നമുക്കതിനെ ഏതിലേക്ക് മാറ്റാം? CGS സിസ്റ്റത്തിലേക്കോ FPS സിസ്റ്റത്തിലേക്കോ നമുക്ക് കൺവേർഷൻ പോസിബിൾ ആണ്. That is, a unit from one system can be converted into another system by knowing the dimensional formula of the physical quantity. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം, SI സിസ്റ്റം അല്ലേ. ആ ന്യൂട്ടനെ CGS സിസ്റ്റമായ ഡൈനിലേക്ക് നമുക്ക് കൺവേർഷൻ പോസിബിൾ ആണ്. ആ ഒരു കൺവേർഷൻ ആണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിന്റെ അഥവാ ഒരു ഡയമെൻഷൻ ഫോമുലയുടെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോമുല അറിയാമെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ള യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർഷൻ അഥവാ അതിലേക്ക് മാറ്റം സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് വിവിധ എക്സാമ്പിൾസിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഹൗ ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ ഒരു ലെങ്ത് ഓഫ് എ റൂം അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എഴുതണം. നമ്മൾ ഇത്രയാണ് അതിൻ്റെ അല്ലെങ്കിൽ ഇന്ന യൂണിറ്റിലാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം, ദ യൂണിറ്റ് ഇൻ വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. ദ യൂണിറ്റ് ഇൻ വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. യു ആണ് അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ലെങ്ത് ഓഫ് എ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ ഓപ്റ്റ് ചെയ്യാം, മില്ലിമീറ്റർ ഓപ്റ്റ് ചെയ്യാം, മീറ്റർ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഏത് ലെങ്ത്തിന് പല യൂണിറ്റുകളുണ്ട്. അതിൽ നമ്മൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ അറിയുന്നത്, യൂണിറ്റ് ഇൻ വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. സോ നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം, ദ ന്യൂമറിക്കൽ വാല്യൂ അഥവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു റൂമിൻ്റെ ലെങ്ത് 5 മീറ്റർ ആണെന്ന് പറഞ്ഞു. സോ 5 ടൈംസ് ദാറ്റ് യൂണിറ്റ് അല്ലേ. എത്ര പ്രാവശ്യം ഒരു മീറ്റർ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? 5 പ്രാവശ്യം ഒരു മീറ്റർ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഏതാണ്? ന്യൂമറിക്കൽ വാല്യൂ ഇൻ വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സിമ്പിളായിട്ട് ഞാൻ Q എന്ന് കൊടുത്തു. ഫോഴ്സ് ആവാം, ലെങ്ത് ആവാം, വെയിറ്റ് ആവാം. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി Q ആണെങ്കിൽ ഒരു ജനറൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു N ഇൻറ്റു U. ദാറ്റ് മീൻസ് U എന്ന് പറയുന്നതാണ് യൂണിറ്റ് അഥവാ സൈസ് ഓഫ് ദ യൂണിറ്റ് എന്ന് നമ്മൾ പറയും. ഇനി N എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ടൈംസ്, ദാറ്റ് ഈസ് N ടൈംസ് U. ദാറ്റ് ഈസ് N ഇൻറ്റു U ബി ദ ജനറൽ ഇക്വേഷൻ ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദ ലെങ്ത് ഓഫ് ദ റൂം ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 സെൻറ്റിമീറ്റർ. മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു 5 മീറ്റർ എന്ന് പറഞ്ഞു. ഇനി അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഏതിൽ മെഷർ ചെയ്യാം? CGS സിസ്റ്റമായ സെൻറ്റിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാം. സോ സെൻറ്റിമീറ്റർ ആവാം 500 മീറ്റർ. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? 5 മീറ്ററും 500 സെൻറ്റിമീറ്ററുമാണ്. The smaller the size of the unit, the larger the numerical value associated with the quantity. എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ വെച്ച് പറയാം, മീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിനേക്കാളും കമ്പാരിറ്റീവ്ലി ലാർജ് സൈസ് യൂണിറ്റ് ആണ് അല്ലേ. മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് സ്മോൾ സൈസ്ഡ് യൂണിറ്റ് ആണ്. കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്നത് ലാർജർ സൈസ് യൂണിറ്റ് ആണ്. അപ്പോൾ ലാർജർ ആണ് യൂണിറ്റ് എങ്കിൽ, സൈസ് ഓഫ് ദ യൂണിറ്റ് ലാർജർ ആണ് എങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്മോളർ ആയിരിക്കും. സ്മോളർ, സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോളർ ആണ്. അപ്പോൾ യൂണിറ്റിൻ്റെ സൈസ് സ്മോളർ ആണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ കൂടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് അളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ലാർജർ ആയിരിക്കും. സോ വി ക്യാൻ സേ എന്ത് പറയാം? N പ്രൊപ്പോർഷണൽ ടു 1/U. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവർ തമ്മിൽ. സൈസ് ഓഫ് ദ യൂണിറ്റ് ആയ യുവും ന്യൂമറിക്കൽ വാല്യൂ അഥവാ മാഗ്നിറ്റ്യൂഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് NU ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ N ഇൻറ്റു U ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വന്നു. സോ നെക്സ്റ്റ് നമുക്ക് എഴുതാം
if n1 and n2 are numerical values for a physical quantity corresponding to the units u1 and u2. നമ്മളിവിടെ മുകളിലത്തെ എക്സാമ്പിൾ എടുത്തു. n1 എന്ന് പറയുന്നത് 5 ആണ്, n2 എന്ന് പറയുന്നത് 500 ആണ്. ഇനി u1 എന്ന് പറയുന്നത് m ആണ്, u2 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ n1 n2 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ, u1 u2 എന്ന് പറയുന്നത് ഏതാണ്, യൂണിറ്റ്സ് ആണ്. സൈസ് ഓഫ് ദ യൂണിറ്റ്സ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് n1 u1 ഈസ് ഈക്വൽ ടു n2 u2. ഈ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയെ നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി കൺവേർട്ട് എ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് വിവിധ എക്സാമ്പിൾസിൻ്റെ സഹായത്തോടുകൂടി വളരെ ഡീപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് കൺവേർഷൻ പോസിബിൾ ആകുന്നതെന്ന് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് n1 u1 ഈസ് ഈക്വൽ ടു n2 u2. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടെ നമ്മൾ റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സ്പീഡ് ഓഫ് എ വെഹിക്കിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് 20 km/h എന്ന് പറയുന്നതാണ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ മെഷർ ചെയ്തപ്പോൾ 20 km/h നമുക്ക് വന്നു SI സിസ്റ്റത്തിൽ. അത് CGS സിസ്റ്റത്തിലായപ്പോൾ നമുക്ക് എത്ര n2ൻ്റെ വാല്യൂ, എത്ര മാഗ്നിറ്റ്യൂഡ് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. സോ വി ക്യാൻ റൈറ്റ് n2 ഈസ് ഈക്വൽ ടു n1 u1 ഡിവൈഡഡ് ബൈ u2. n1 u1 ഡിവൈഡ് ബൈ u2 എന്ന് വന്നു. ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, n2 ഈസ് ഈക്വൽ ടു 20 km/h ഡിവൈഡഡ് ബൈ m/s. സോ വി ക്യാൻ റൈറ്റ് n2 ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു, നമ്മൾ എഴുതാൻ പോകുന്നത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഫോർമുലയുണ്ട്. അതൊരു മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാസ്, ലെങ്ത്, ടൈമിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ഫോർമുല കൊണ്ടുവരുവാണ്. ദാറ്റ് ഈസ് n1 ഇൻറ്റു m1 റേസ് ടു a, l1 റേസ് ടു b, t1 റേസ് ടു c. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോകളിൽ ഡയമെൻഷൻ ഫോർമുല എഴുതുന്നത്. ഡിവൈഡഡ് ബൈ m1 m2, u2ന് കറസ്പോണ്ടിങ് ആയിട്ട് m2 a, l2 b ആൻഡ് t2 റേസ് ടു c എന്ന് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം മാസിനെ നമ്മൾ എപ്പോഴും മാസ് കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ടൈം നമ്മൾ m1 ബൈ m2 ജനറലായിട്ട് എഴുതു, l1 ബൈ l2 എടുത്തു, t1 ബൈ t2 എടുത്തു. എല്ലാത്തിനും ഡയമെൻഷൻ സെയിം ആണ്. m1 ബൈ m2 റേസ് ടു a ആണ്, l1 ബൈ l2 റേസ് ടു b, then t1 ബൈ t2 റേസ് ടു c എന്ന് വന്നു. ഈ ഒരു ജനറൽ ഇക്വേഷൻ ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺവേർഷൻ പോസിബിൾ ആണ്. സോ n2 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആണ്, കറസ്പോണ്ടിങ് ടു ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിന് കറസ്പോണ്ടിങ് ഉള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ്. n1 എന്ന് പറയുന്നത് അനദർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ഉള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇത് എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. n2 ഈസ് ഈക്വൽ ടു n1 എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. സോ 20 ഇൻറ്റു മാസിന് കറസ്പോണ്ടിങ്, മാസ് ഇവിടെ ഇല്ല അല്ലേ, km/h ആണ്. സോ വി ക്യാൻ സേ മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്. ദെൻ l1ൻ്റെ വാല്യൂ കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. കാരണം നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഒരേ യൂണിറ്റിൽ കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസലേഷൻ പോസിബിൾ ആവുകയുള്ളൂ. സോ വി ക്യാൻ കൺവേർട്ട് 1 കിലോമീറ്റർ ഇൻറ്റു 1000 മീറ്റർ. സോ 1000 ഡിവൈഡഡ് ബൈ 1. ദെൻ നെക്സ്റ്റ് t1ൻ്റെ വാല്യൂ കൊടുക്കുക. t1 എന്ന് പറയുന്നത് അവർ ആണ്. അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ആണ്. സോ 60 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ് t2 എന്ന് പറയുന്നത്. സോ 1 വന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണ്. 20 ഇൻറ്റു മാസിന് ഡയമെൻഷൻ 0 ആണ്, എനിത്തിങ് റേസ് ടു 0 1 ആണ്. സോ നെക്സ്റ്റ് ടൈം എങ്ങനെ വന്നു, 1000 ഡിവൈഡ് ബൈ 1 1000 വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 60 ഇൻറ്റു 60 3600 ആണ്. അത് റേസ് ടു -1 ആണ് പവർ അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇൻ ദ ഡിനോമിനേറ്ററിലോട്ടായി. സോ പവർ 1 തന്നെ വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിത് ക്യാൻസൽ ചെയ്തു. 1000ഉം 3 zeros ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. സോ n2 ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു, 20 ഇൻറ്റു 5/18. സോ വി ക്യാൻ സേ n2ൻ്റെ വാല്യൂ നമ്മൾ കിട്ടി 20 ഇൻറ്റു 5/18. അഥവാ നമുക്ക് 20 km/h എന്ന് പറയുന്നത് 20 ഇൻറ്റു 5/18 m/s ആണ് അല്ലേ. അപ്പോൾ കിലോമീറ്ററിൽ നിന്നും മീറ്ററിലേക്കുള്ള കൺവേർഷൻ എങ്ങനെയാണ് പോസിബിൾ ആയത്, നമ്മൾ km/h ഈസ് ഈക്വൽ ടു, അത് 1 km/h ഈസ് ഈക്വൽ ടു 5/18 m/s ആണ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഈ ഒരു സിസ്റ്റം നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർഷൻ പോസിബിൾ ആണ്. നമുക്ക് ഇനിയും എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം.
നമ്മൾ എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഡിസ്കസ് ചെയ്ത കാര്യം ജനറൽ ആയിട്ടൊന്ന് പറയുവാണ്. ഇഫ് u1 and u2 are units of measurements of a physical quantity q and n1 and n2 are the corresponding numerical values, then we can write q is equal to n1 u1 is equal to n2 u2. Let m1, l1 and t1 be the size of the fundamental units of mass, length, time in one system, and m2, l2, t2 are be the corresponding units in another system. ആണെങ്കിൽ if the dimension formula of a physical quantity നമുക്ക് എങ്ങനെ എഴുതാം? m raised to a, l raised to b and t raised to c നമുക്ക് എഴുതാം. അതുപോലെ തന്നെ u1 എന്ന് പറയുന്നത് u1 is equal to m1 raised to a, l1 raised to b and t1 raised to c. Similarly we can write u2 like this. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് q ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എബോ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. n1 u1 അല്ലേ, അപ്പോൾ n1 ഇൻറ്റു u1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ n2 ഇൻറ്റു u2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് n2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ n2 ഈസ് ഈക്വൽ ടു n1 into m1 by m2 raised to a, l1 by l2 raised to b, t1 by t2 raised to c എന്ന് വരും. സോ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ഇത് നമുക്കൊരു ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിൻ്റെ കേസ് വെച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിയറി എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണ്. കൺവേർട്ടിംഗ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഫ്രം SI സിസ്റ്റം ഇൻറ്റു CGS സിസ്റ്റം. വർക്കിൻ്റെ യൂണിറ്റ് ആണ് SI സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ CGS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു മെത്തേഡിൽ കൂടെ തന്നെ നമുക്ക് ഏതൊരു പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കൺവേർഷനും പോസിബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ ആൻഡ് ദ CGS യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് എർഗ് ആണ്. നമ്മൾ യൂണിറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഡയമെൻഷൻ ഓഫ് വർക്കാണ്. ഡയമെൻഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഹിയർ ഇറ്റ് ഈസ് വർക്ക്. സോ വി ക്യാൻ റൈറ്റ് m l square t raised to -2 എന്ന് എഴുതി. ഇതിൽ നിന്നും നമുക്കറിയാം ജനറലായിട്ട് m raised to a, l raised to b and t raised to c ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഡയമെൻഷൻ a is equal to 1. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തു. b is equal to 2 ആണ് and c is equal to -2 വന്നു. സോ വി ക്യാൻ റൈറ്റ് SI സിസ്റ്റത്തിലെ നമ്മൾ n1ൻ്റെയും u1ൻ്റെയും വാല്യൂസ് നമ്മൾ എഴുതുവാണ്. SI സിസ്റ്റത്തിൽ ഹിയർ m1 ഡയമെൻഷൻ അല്ലേ, m1 ഈസ് ഈക്വൽ ടു 100 ഗ്രാം ആണ്, കിലോഗ്രാം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 100 ഗ്രാം ആണ്. സോ l1 ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആൻഡ് t1 ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സോ യൂണിറ്റ്സ് നമ്മൾ എഴുതി. അതിനുശേഷം വരുന്നത് ഏതാണ്? മാഗ്നിറ്റ്യൂഡ് ആണ് n1. n1 ഈസ് ഈക്വൽ ടു 1 ജൂൾ ആണ് നമുക്ക് എത്ര എർഗാന്ന് അറിയേണ്ടത് അല്ലേ. അപ്പോൾ സോ n1 ഈസ് ഈക്വൽ ടു 1 ജൂൾ വന്നു. ഇതേപോലെ തന്നെ നമ്മൾ CGS സിസ്റ്റത്തിൽ എഴുതുവാണ്. CGS സിസ്റ്റത്തിൽ m2 ഈസ് ഈക്വൽ ടു 1 ഗ്രാം, l2 ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആൻഡ് t2 ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആൻഡ് n2 ഈസ് ഈക്വൽ ടു we want to find that n2 is equal to how much erg. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു കൺവേർഷൻ എടുത്താലും ഈ എഴുതുന്ന രണ്ട് ബോക്സിൽ എഴുതുന്ന കാര്യം കോമൺ ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനുശേഷം നമ്മൾ എഴുതുന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരുവാണ്. ഏതാണെന്ന് ഓർമ്മയുണ്ട് എല്ലാവർക്കും? n2 is equal to n2 is equal to n1 into m1 by m2 raised to a, l1 by l2 raised to b, t1 by t2 raised to c നമ്മൾ എഴുതി. ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഓരോ m1 l1 എല്ലാത്തിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എബോ ബോക്സസിൽ നിന്ന് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. n2 is equal to n1 into m1ൻ്റെ വാല്യൂ 1000 കൊടുത്തു, അതുപോലെ m2ൻ്റെ വാല്യൂ 1 കൊടുത്തു. സിമിലർലി നമ്മൾ എല്ലാ വാല്യൂസും a b c എല്ലാം ഉൾപ്പെടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സിംപ്ലിഫൈ ചെയ്യുവാണ്. സോ ഹിയർ n2 is equal to n1ൻ്റെ വാല്യൂ 1 ആണ്. n1 is equal to 1 into 1000 മീൻസ് നമുക്കറിയാം 1000 is equal to എത്രയാണ്? 10 raised to 3 and 100 is equal to 10 raised to 2 ആണ്. ഇവിടെ സ്ക്വയറും കൂടെ വന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 1 into 10 raised to 3 into 10 raised to 4 വന്നു. 100ൻ്റെ സ്ക്വയർ ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് a raised to m into a raised to n is equal to a raised to m plus n ആണ് അല്ലേ. അപ്പോൾ 3 plus 4 ആണ് വരേണ്ടത്. സോ 10 raised to 7 വന്നു. n2 is equal to 10 raised to 7 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഏതായിരുന്നു? n1 u1 is equal to n2 u2. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ള ഇക്വേഷൻ. സോ ഹിയർ വി ക്യാൻ റൈറ്റ് 1 ജൂൾ ഈസ് ഈക്വൽ ടു 10 raised to 7 erg അല്ലേ. 1 ജൂൾ, n1 1 ആണ്, u1 ജൂൾ ആണ് and n2 10 raised to 7 ആണ്, u2 erg ആണ്. So we can write this is the conversion. 1 joule is equal to 10 raised to 7 erg. ഇത്ര സിമ്പിൾ ആണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം ഈ ഒരു മെത്തേഡ് മനസ്സിൽ സൂക്ഷിച്ചിരുന്നാൽ. സോ വി ക്യാൻ ഡിസ്കസ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ.
നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് കൺവേർഷൻ ആണ്. കൺവേർട്ടിംഗ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഫ്രം SI സിസ്റ്റം ഇൻറ്റു CG സിസ്റ്റം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കത് ഇല്ലിസ്ട്രേറ്റ് ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മൾ ഏതായിരുന്നു സ്റ്റെപ്പ്? യെസ്, ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ ആൻഡ് CG's യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഡൈന നമ്മൾ എഴുതി. സോ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ആണ് എഴുതേണ്ടത് അല്ലേ? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഏതാണ്? ML T⁻²⁻² ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡയമെൻഷൻസ് നമ്മൾ എടുത്ത് എഴുതുക. A is equal to 1, B is equal to 1 ആൻഡ് C is equal to -2 നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് സിമിലർ ആണ്, രണ്ട് ബോക്സസ് നമ്മൾ എഴുതുവാണ്. ലെഫ്റ്റ് സൈഡിൽ SI സിസ്റ്റത്തിലാണ് M1 is equal to 100 gram, L1 is equal to 100 centimeter, M1 is equal to 1000 gram, L1 is equal to 100 centimeter, T1 is equal to 1 second ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഏതാണ്? ഡയമെൻഷൻ എഴുതി നമ്മൾ യൂണിറ്റ് ആണ് എഴുതുന്നത്. N1 is equal to 1 Newton ആണ്. സോ സിമിലർ ആയിട്ട് CG സിസ്റ്റത്തിൽ വരുന്ന കറസ്പോണ്ടിങ് യൂണിറ്റ്സ് നമ്മൾ എടുത്ത് എഴുതി. M2 is equal to 1 gram, L2 is equal to 1 centimeter ആൻഡ് T2 is equal to 1 second. And we want to find N2 is equal to എത്ര ഡൈൻ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ന്യൂമറിക്കൽ വാല്യൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? യെസ്, N2 is equal to ഇക്വേഷൻ നമ്മൾ കോൾ ചെയ്തു. N1 into M1/M2⁴A, L1/L2⁴B, T1/T2⁴C നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കറക്റ്റായിട്ട് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. N2 is equal to N1 1 into N1ന്റെ വാല്യൂ 1 ആണ്. സോ 1 into 1000 is equal to 10⁻³ and 100 is equal to 10⁻² ആണ്. സോ ദിസ് is equal to 10⁵. സോ N2 is equal to 10⁵ എന്ന് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുന്നത് ഏതാണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് N1 U1 is equal to N2 U2 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുവാണ്. സോ N1 എന്ന് പറയുന്നത് 1 Newton is equal to N2 U2 എന്ന് പറയുന്നത് 10⁵ dyne ആണ്. So we can conclude 1 Newton is equal to 10⁵ dyne. This is the conversion of ഏതാണ്? ഫോഴ്സിന്റെ യൂണിറ്റിന്റെ കൺവേർഷൻ ആണ്. 1 Newton is equal to 10⁵ dyne ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊരു യൂണിറ്റിന്റെയും ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺവേർഷൻ പോസിബിൾ ആണ്. സോ ദിസ് ഈസ് ദ തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. എല്ലാവർക്കും തേർഡ് ആപ്ലിക്കേഷൻ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു യൂണിറ്റിന്റെ കൺവേർഷൻ പോസിബിൾ ആണ്. സോ ദിസ് ഈസ് അവർ തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് dimension analysis to convert a physical quantity from one system of unit into another system of unit. So next നമുക്കൊരു problem solve ചെയ്യാം. Try to solve this question. The density of mercury is 13.6 gram per centimeter cube in CGS system. Find its value in SI system. പ്രോബ്ലം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.